അന്നഭാഗ്യ പദ്ധതിയിലെ അരി മോഷ്ടിച്ച കേസിൽ കർണാടകയിലെ BJP നേതാവ് മണികാന്ത് റാത്തോഡ് അറസ്റ്റിലായിരിക്കുന്നു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽബുർഗി ജില്ലയിലെ ചിറ്റാപൂർ മണ്ഡലത്തിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിച്ച് തോറ്റ നേതാവാണ് മണികാന്ത്. അങ്ങനെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ അരി മോഷ്ടിച്ചത്. കലബുർഗിയിലെ വീട്ടിൽ നിന്നാണ് ചൊവ്വാഴ്ച രാത്രി ഷഹാപൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2023 നവംബറിൽ ഷഹാപൂർ താലൂക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഗോഡൌണിൽ നിന്ന് 2,60,00,000 രൂപ വില വരുന്ന 6,077 കിൻഡൽ അരി മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇയാൾക്ക് സമൻസ് അയച്ചിരുന്നു, ഒരുപാട് വിളിപ്പിച്ചിരുന്നു. ഇത് അവഗണിച്ചുകൊണ്ടേയിരുന്നു ഈ BJP നേതാവ്. പക്ഷേ എത്രത്തോളം അഴിമതിയും മോഷണവും ഈ BJP നേതാവ് നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായി തെളിവ് ലഭിച്ചതിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയായിരുന്നു മണികാന്തിനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇവിടെ വിജയിച്ചതും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നതും പ്രിയങ്ക് ഖാർഗെയാണ്. ചെറിയ പുള്ളിയല്ല മണികാന്ത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനായി ചിറ്റാപൂരിൽ എത്തിയിരുന്നു. അഴിമതിയൊക്കെ നടത്തുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ നമ്മൾ പതിവായി കണ്ടിരുന്നുവെങ്കിലും ഇങ്ങനെ പാവങ്ങൾക്ക് തിന്നാനുള്ള അരി മോഷ്ടിച്ച് അറസ്റ്റിലാകുന്നത് പതിവുള്ള കാര്യമല്ല. നമുക്കറിയാം, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം 10 കിലോ അരി വീതം പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന അന്നഭാഗ്യ പദ്ധതി. 2023 കർണാടക സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. 2023 മെയ് മാസത്തിൽ അധികാരത്തിലെത്തിയ കർണാടകത്തിലെ സിദ്ധാരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയതാണ് ഈ പദ്ധതി. BJP ഒട്ടേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഭരിക്കുന്നുണ്ടെങ്കിലും ഈ അന്നഭാഗ്യ എന്ന പദ്ധതി എവിടെയും നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും പാവങ്ങൾക്ക് അരി നൽകാൻ കഴിയുന്നില്ലെങ്കിലും പാവങ്ങളുടെ അരി കട്ട് വിൽക്കാൻ BJPക്ക് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ നേതാവ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അന്നഭാഗ്യ പദ്ധതിയിൽ പ്രതിമാസം 10 കിലോ അരിയാണ് വാഗ്ദാനം ചെയ്തത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഉറപ്പ് നൽകിയതിന് പുറമെ കേന്ദ്രം ഉടക്ക് വച്ചതിനാൽ 5 കിലോ അരി സംഭരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതനുസരിച്ച് തന്നെ നൽകുമെന്നും ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടിലേക്ക് 5 കിലോ അരിക്ക് തുല്യമായ തലയ്ക്ക് 170 രൂപ സർക്കാർ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അരി വാങ്ങുന്ന വില കിലോയ്ക്ക് 34 രൂപയാണ്. അത് തന്നെയാണ് സർക്കാർ കണക്കാക്കിയിരുന്നതും. ഇത്രയും കഷ്ടപ്പെട്ട് കോൺഗ്രസ് സർക്കാർ പാവങ്ങൾക്ക് നൽകാൻ വച്ചിരുന്ന അരിയാണ് BJP നേതാവ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. പിന്നെ എങ്ങനെയാണ് BJPക്കാരെ വിശ്വസിക്കാൻ കഴിയുക എന്നതാണ് കർണാടക ഇപ്പോൾ ചോദിക്കുന്നത്.